എല്ലാ ബഹുമാനപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഏറ്റവും അവസാനത്തേക്ക് സംസാരിക്കാൻ മയക്ക് ചിലപ്പോൾ കാലമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഇരുന്നിട്ട് ഉണ്ണി സാറിനോട് ഞാൻ ചോദിച്ചതാണ് ഈ സിനിമയിലെ കഥാപാത്രം. അത് ഇതുപോലെ ഉണ്ണി സാറിൻ്റെ തൊട്ടടുത്ത് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അടുത്ത പടം നിവിൻ പോളിനെ വെച്ചാണെന്ന് കേട്ടു, എനിക്ക് സാധ്യമായ എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നിവിനും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി സാർ. ബാക്കിയെല്ലാം സിനിമയിലുണ്ടാവും, വേറൊന്നും സംസാരിക്കില്ല. തീർച്ചയായും ലാലേട്ടനുള്ളൊരു വേദിയാണ്, അത്രയും ധൈര്യമായിട്ട് സംസാരിക്കില്ല. ഗോകുലം ഗോകുലം സാർ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങിന് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് സിനിമ ചെയ്യാനുള്ളത്. കുഞ്ഞിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത റിലേഷൻഷിപ്പാണ്. അച്ഛനെ വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു എന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതെല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിൻ്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടൻ്റെ. ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞ കുറേ നാളിന് ശേഷമാണ് ഒരുമിച്ച് പദം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനുമായിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നതും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ പടം കാണും. താങ്ക് യു.